10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലേ മരിക്കുവോളം മാരക രോഗങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ? എപ്പോഴും രോഗം, എപ്പോഴും പ്രയാസം, ഏത് നേരം ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതടക്കം 10 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മരിക്കണത് വരെ ഹാപ്പിയായി ആരോഗ്യത്തോടെ തളർച്ചയില്ലാതെ ഇടങ്ങേറാകാതെ ഹോസ്പിറ്റലുകളിൽ പോയി മാരക രോഗത്തിന് കിടക്കേണ്ടി വരാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതിനുള്ള ടിപ്സ് നമുക്കിന്ന് പഠിക്കാം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി തരട്ടെ. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊന്ന് പഠിക്കുകയാണ് അല്ലേ? ഒരു 10 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ആരോഗ്യം വേണ്ടാത്തതാരാ? അല്ലാഹു റബ്ബുൽ ആലമീനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരോഗ്യമുള്ള അടിമയെയാണ്. അപ്പോൾ ചില ആളുകൾ, ഉസ്താദേ എനിക്ക് ആരോഗ്യമില്ല, അപ്പോൾ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? 2 തരത്തിൽ ആരോഗ്യമില്ലായ്മ സംഭവിക്കാം. ഒന്ന്, അള്ളാഹു അവൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആരോഗ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. അവിടെ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇതങ്ങനെയല്ല. അല്ലാഹു തആല പ്രത്യേകമായി തരുന്ന സംഗതിയല്ല. ഇത് നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്ന ചില അനാരോഗ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആരോഗ്യമില്ലാത്ത അടിമയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നല്ല ആരോഗ്യമുള്ള, ആരോഗ്യവാനായ, ആരോഗ്യവതിയായ അടിമയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ വിധിയിൽ വരുന്ന അനാരോഗ്യം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മാരക രോഗത്തിന് അടിമയായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് അയ്യൂബ് നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സ് തകർന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിലെത്തി. രോഗമൊക്കെ മാറിയതിന് ശേഷം അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അയ്യൂബേ, രോഗം ഉണ്ടായിരുന്നപ്പോഴാണോ ഇല്ലാതിരുന്നപ്പോഴാണോ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്? അത് പടച്ചോനെ, രോഗം ഉണ്ടായിരുന്നപ്പോഴാണ്. കാരണം എന്താ? എനിക്ക് നിന്നെ കൂടുതൽ നിന്നിലേക്ക് അടുക്കാൻ പറ്റിയത് രോഗമുള്ളപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള അടിമകളെക്കുറിച്ചല്ല ഈ പറയണത്. ഇത് നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്ന ചില രോഗങ്ങളുണ്ട്, അനാരോഗ്യമുണ്ട്. അവരെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ആരോഗ്യമുള്ള അടിമകളെയാണ്. അപ്പോൾ ഏതായാലും ചില കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കണം. മരിക്കുന്നത് വരെ ആഫിയത്തോടെ ജീവിക്കണ്ടേ? വേണ്ടേ? തളർന്ന് മലമൂത്ര വിസർജനം നമ്മൾ സ്വന്തം റൂമിൽ കിടന്ന് നടത്തേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. കിടന്ന കിടപ്പിൽ മൂത്രവും മറ്റും നജസുകളൊക്കെ പോവുക, മക്കൾക്ക് ഭാരമാകുന്നൊരവസ്ഥ. അതിനാണ് അർദലുൽ ഉംർ എന്നൊക്കെ പറയുന്നത്. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ അർദലുൽ ഉംറിലേക്ക് നീ എന്നെ എത്തിക്കല്ലേ അല്ലാ, മറ്റൊരാൾക്ക് ഭാരമാകുന്നൊരവസ്ഥ അത് നീ തരല്ലേ പടച്ചോനെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊരിക്കലും അർദലുൽ ഉംറിലേക്ക് എത്താതിരിക്കാനും കൂടെയാണ് ഇന്നത്തെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഹിയയിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വൈദ്യൻ, ഏറ്റവും വലിയ ഡോക്ടറെ സമീപിക്കുകയാണ് അന്നത്തെ കാലത്ത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, എനിക്ക് നല്ല ആരോഗ്യം വേണം, എനിക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ ഭരണം നടത്താൻ പറ്റണം, അതിന് ചില പൊടിക്കൈകൾ നിങ്ങൾ എനിക്ക് എഴുതി തരണം എന്നാണ്. അപ്പോൾ അന്ന് ആ വൈദ്യൻ 10 കാര്യങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് എഴുതി കൊടുത്തിരുന്നു എന്നാണ്. ആ 10 കാര്യങ്ങൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. അതിൽ ഭൂരിഭാഗവും ഹദീസിലും ഒക്കെ ഉണ്ടായ സംഗതി തന്നെ കേട്ടോ. നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ പല രോഗങ്ങളും കൊഴിഞ്ഞു പോകുന്നത് ആസ്വദിക്കാൻ പറ്റും. ചില ആളുകൾക്ക് ഭയങ്കര തളർച്ച, ചില ആളുകൾക്ക് ഗ്യാസ് ഇങ്ങനെ, കുറേ ആളുകൾക്ക് മേലെ കൂടെ വരിക, ചില ആളുകൾക്ക് താഴെ കൂടെ പോവുക. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, എപ്പോഴും ഹൈ BP, അതുപോലെ തന്നെ പ്രഷർ കൂടുക, ഷുഗർ കൂടുക, ഇങ്ങനെ നിരന്തരം ഓരോരോ ബുദ്ധിമുട്ടുകളാണ്. ഈ 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വയറ് രോഗത്തിൻ്റെ കേന്ദ്രമാണ്, വയറാണ് വില്ലൻ. മനസ്സിലാവുന്നുണ്ടോ? വയറ് ക്ലിയറായാൽ നിങ്ങളും ക്ലിയറാവും. നമ്മൾ അമിതമായി വാരി വലിച്ച് കഴിക്കുന്ന ആളുകളാണെങ്കിൽ രോഗം കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തേത് എന്താണ് അദ്ദേഹം പറയുന്നത്? ഒന്ന്, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം എങ്ങനെ കഴിക്കണം? ചവച്ചരച്ച് കഴിക്കണം. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു അങ്ങോട്ട് എറിയും, നാക്കൊക്കെ നീട്ടിയിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ആളുകൾ തിരക്കണം, വേഗം വാരി വായിലേക്ക് അങ്ങ് വിഴുങ്ങുക. അതായത് നമ്മുടെ പല്ലിൻ്റെ പണി
ആമാശയം എടുക്കൂല. ആമാശയത്തിന് ദഹിപ്പിക്കുന്ന പണിയാണെങ്കിൽ പല്ലിനാണ് ചവച്ചരയ്ക്കേണ്ട പണി. അപ്പോൾ നമ്മൾ ചവച്ചരച്ചിട്ടില്ല എങ്കിൽ ഇത് ദഹനപ്രക്രിയ കൃത്യമാവില്ല. അവിടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരും, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും, പിന്നെ മരുന്നുകൾ കഴിക്കേണ്ടി വരും, രോഗങ്ങളായി, ബുദ്ധിമുട്ടുകളായി, ദഹനമാകെ ഇടങ്ങേറായി, നെഞ്ചരിച്ചിലായി, വയറ് വീർക്കലായി, ഒരുപാട് പ്രശ്നങ്ങൾ. ചവച്ചരച്ച് കഴിക്കണം. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിബ്ബിലും നമുക്ക് ഈ വിഷയം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത്, വേവിച്ച് കഴിക്കേണ്ട മാംസങ്ങളുണ്ടല്ലോ, വേവിച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ഇറച്ചിയൊക്കെ അല്ലേ, അത് വേവിച്ച് തന്നെ കഴിക്കണം. വേവിൻ്റെ പൂർണ്ണത എത്തിയതിന് ശേഷം മാത്രം കഴിക്കണം. ചില ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ ഉമ്മച്ചി ആ ഇറച്ചിക്കറി അത് പിറച്ചിയൊക്കെ ആയത് മതി, ഇങ്ങോട്ട് എടുക്കുന്നേ, അത് രോഗത്തിന് കാരണമാണെന്നാണ്. മാംസം ശരിക്ക് വേവട്ടെ അല്ലേ, ശരിക്ക് വെന്തതിന് ശേഷം മാത്രം കഴിക്കാം. പച്ചക്ക് തിന്നാന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ആരോഗ്യത്തിന്, നല്ലൊരു ഹെൽത്തി ആയ മനുഷ്യന് ചേർന്ന സംഗതി അല്ല. അതുകൊണ്ട് തന്നെ വേവ് പൂർണ്ണമായതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ഭക്ഷിക്കുക. അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വേവ് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഓവർ കുക്ക് ചെയ്ത് ഇറച്ചിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മുറുക്കിക്കളയും. അതായത് കുക്കിംഗ് എപ്പോഴും പഠിക്കേണ്ട ഒരു കലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. അതായത് ഇറച്ചിക്കൊരു പാകമുണ്ട്, ആ പാകം അറിയണം. ഒരുപാട് നേരം കുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറച്ചി കട്ടിയാവും, ചിക്കനൊക്കെ ഭയങ്കര ഹാർഡാവും. മനസ്സിലായി? നമ്മൾ വിചാരിക്കും വെന്തിട്ടില്ലേ, വേവാത്തതല്ല, വെന്ത് ഓവർ കുക്കഡായി പോയതാണ്. എന്നാൽ തീരെ വേകാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ആകാൻ പാടില്ല. ഇതിൻ്റെ മധ്യമ നിലപാട്, ഇങ്ങനെ പൂ പോലെ പറഞ്ഞു വരുന്ന ഒരു ഭാഗമുണ്ട് മീറ്റിനൊക്കെ. അതുപോലെ തന്നെ മീൻ പൊരിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് മുരിച്ച് കളയും. അങ്ങനെയല്ല, മീനൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്നൊരു ഷാലോ ഫ്രൈ പോലെ കുറച്ച് നേരം ഫ്രൈ ചെയ്യാൻ പാടില്ല. അതിങ്ങനെ എടുക്കുമ്പോഴേക്ക് ആ മാംസം സോഫ്റ്റായിട്ട് പോരണം. ഇത് മീനൊക്കെ വിറക് കൊള്ളി പോലെ മുരിച്ചങ്ങ് എടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇറച്ചിയുടെ പാകം അറിഞ്ഞ് കഴിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഹെൽത്തിന് അത്യാവശ്യമാണെന്നാണ്. ഇനി മൂന്നാമത്തേത്, ഫ്രൂട്ട്സ് കഴിക്കാറില്ലേ? അതായത് മൂത്ത് പഴുത്ത ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം. വാടിപ്പോയ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത്, നല്ലതല്ല എന്നാണ്. മൂത്ത് പഴുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാങ്ങയൊക്കെ ഈ മരുന്ന് വെച്ച് പഴുപ്പിച്ചിട്ടാണ് കൂടുതൽ ഫ്രൂട്ട് ഷോപ്പിൽ, ഈ ഫ്രൂട്ട്സ് കടകളിൽ ഉണ്ടാകുക. ഈ മരുന്ന് വെച്ച്, കർബൈഡ് വെച്ച് പഴുപ്പിച്ച സാധനങ്ങൾ അൺഹെൽത്തിയാണ്, ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മാരക രോഗങ്ങൾക്ക് കാരണമാകും, നിരന്തരത കഴിച്ചാൽ ക്യാൻസർ വരെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എപ്പോഴും എന്ത് ചെയ്യുക, ഒറിജിനലി അല്ലേ പഴുത്ത് പാകമായത് മാത്രം കഴിക്കുക. അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അതും ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല തരുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ മാങ്ങയുടെ സീസണിൽ മാങ്ങ കഴിക്കണം. മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത മാങ്ങ കഴിക്കരുതെന്നാണ്. കാരണം എന്താ, അത് നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല. അപ്പോൾ ഓരോ നാടിനും ഓരോ നാട്ടുകാർക്കും പറ്റിയ ഫലങ്ങൾ അള്ളാഹു ആ സമയത്ത് ഇങ്ങനെ തരുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് വേറെ നാട്ടിൽ നിന്ന് വരുത്തിച്ചത്, ലുലുവിൽ പോയിട്ട് നമ്മൾ വേറെ വലുത് വാങ്ങി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നു. അതിനൊന്നും ആവശ്യമില്ല. ഓരോ നാടിനും ആ നാടിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ ഫലങ്ങൾ അള്ളാഹു ഇങ്ങനെ തരുന്നുണ്ട്. അത് ആ സമയത്ത് തരും, ആ സമയത്തേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. അത് വലിയ അപകടമാണ്. ദഹനപ്രക്രിയയൊക്കെ വളരെയധികം താറുമാറാക്കും, വയറിന് പ്രശ്നമാണ്, അബ്ഡോമിന് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കും, വെള്ളങ്ങൾ കുടിക്കും, മടമട എന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന ചിഹ്നം വിളിക്കണത് പോലെ ഒരേ എമ്പൊക്കം വിടും. മനസ്സിലായോ? അങ്ങനെ ആകാൻ പാടില്ല. ഭക്ഷണവും വെള്ളവും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാക്കണം. പക്ഷെ അത് തൊണ്ടയിൽ കുടിക്ക് മരിക്കാൻ പോകണം, അങ്ങനെ കുടിക്കുക, അതൊന്നല്ലേ ഈ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വെള്ളം കുടിക്കരുത്. അത് നല്ല സ്വഭാവമല്ല. അത് ശരീരത്തിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കും, മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തേത് എന്താണ്, വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുത്. നേരെ തിരിച്ച് അല്ലേ. ചില ആൾക്കാരെന്ത് ചെയ്യും, ആദ്യം വെള്ളം കൊണ്ട് കുടിച്ച് നടക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെയല്ല, ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വേണമെന്നേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹദീസുകളൊക്കെ വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. നമ്മളെങ്ങനെയാണ്, നമ്മൾ 2 ചോറ് കഴിക്കും ഇല്ലേ, 2 തവണ ചോറ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കും, അതൊന്ന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് റാഹത്തായിട്ട് പോയിക്കോളും. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി ആറാമത്തത്, ഈ മലമൂത്ര വിസർജ്യത്തിന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തോന്നുമ്പോൾ അതിന് പോകാതെ വേറെ പണിക്ക് പോകരുത്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നീട് വലിയ അളവിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനും അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമാണ്. മൂത്രവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പിടിച്ചു വെക്കരുത്. ഒരാളെന്നോട് അഭിമാനം പറഞ്ഞു, ഉസ്താദേ ഞാൻ 2 ദിവസമൊക്കെ ബാത്റൂമിൽ പോകാണ്ട് പിടിച്ചു വെക്കും. ഏതാണ്ട് വലിയ അച്ചീവ്മെൻറ്റ് പോലെയാണ് പറയണത്. ഞാൻ 2 ദിവസമൊന്നും ബാത്റൂമിൽ പോകില്ല. ഞാൻ പൊന്നു പോലെ നിന്നെ കൊണ്ട് റൂമിൽ കയറാൻ പറ്റുമല്ലോടാ. അതൊന്ന് ആലോചിച്ച് നോക്കി.
ഈ 2 ദിവസവും ബാത്റൂമിൽ പോകാതെ പിടിച്ച് അതിൻ്റെ ആവശ്യകത എന്താണ്? വേറെ പണിക്ക് വരുത്, അത് തോന്നുന്ന സമയത്ത്, അത് നമ്മുടെ ശരീരത്തിന് പ്രകൃതിപരമായി വരുന്ന സംഗതിയാണ്. ഉടനെ അതിന് പോവാം. മനസ്സിലാവുന്നുണ്ടോ? അതിന് പോകണം. അതിങ്ങനെ ചിലപ്പോൾ ഒരാൾ ഏതായാലും ഒതു കൊടുത്തല്ലോ, ഇനിയിപ്പോൾ നന്നായിട്ട് ബാത്റൂം പോകാൻ മുട്ടുണ്ട്, ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. മോനെ നീ നിസ്കരിക്കാൻ കൈ കെട്ടിയ മുതൽ നിൻ്റെ സലാം കിട്ടേണ്ടത് വരെ അതിൻ്റെ അകത്ത് ബാത്റൂം തന്നെ ആയിരിക്കും, യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും ആ നിസ്കാരത്തിൻ്റെ അകത്ത് ഉണ്ടാവുക, അല്ലാണ്ട് പടച്ചോനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നീ തലകുത്തി മറിഞ്ഞതുകൊണ്ട് ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശേ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പോകേണ്ട സംഗതികളൊക്കെ അത് കൃത്യസമയത്ത് പോവുക. 7-ാമത്തേത്, നമ്മൾ മാംസം കഴിക്കുമ്പോൾ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രായത്തിലുള്ള മൃഗങ്ങളുടെ മാംസം കഴിക്കുക. ഒരുപാട് പ്രായം ചെന്ന് 30 ഇതിനൊന്നും കഴിക്കരുത് എന്നാണ്. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇളം മാംസമാണ്, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഇനി 8-ാമത്തേത്, പകൽ ഭക്ഷണം കഴിച്ചാൽ, രാത്രിയല്ല കേട്ടോ, പകൽ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചൊരു ഇത്തിരി കഴിഞ്ഞിട്ട് ഒന്ന് ശരീരം ഒന്ന് അനങ്ങാതെ ഒന്ന് റെസ്റ്റിൽ ഒന്ന് കിടത്തുക, ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. അത് കുറച്ച് നേരം ഒരുപാട് നേരമല്ല, കുറച്ച് നേരം ഒന്ന് ഈ കൈലൂലത്തിൻ്റെ ഉറക്കമൊക്കെ നല്ലതാണ് അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്നിങ്ങനെ കിടക്കുക. ഈ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് വലിയ ഹെവി എക്സസൈസുകൾ, ഭാരമുള്ള പണികളൊക്കെ ഉടനെ ചെയ്യരുത്. നമ്മൾ ചായ കുടിച്ച് ഉടൻ തന്നെ അടുക്കളയിൽ ബക്കറ്റ് എടുക്കലും പിടിക്കലും മറിക്കൽ, ശരീരം ഒരുപാട് അനങ്ങിയിട്ടുള്ള പണി ഭക്ഷണം കഴിച്ച് ഉടനെ രാവിലെ ചെയ്യരുത്. ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്താൽ മതി. ആ ഗ്യാപ്പിൽ വെറുതെ ഉറങ്ങാതെ ഒരല്പനേരം ശരീരം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കിടക്കുക. അദ്ദേഹം ഡോക്ടർ ഹജ്ജാജ് ബിൻ യൂസുഫിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേട്ടോ അത്. ഓക്കെ, അതങ്ങനെ ചെയ്യാം. ഉടനെ വലിയ ഭാരപ്പെട്ട ജോലികൾ ഉടൻ തന്നെ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ രാവിലെ ചെയ്യരുത്. ഓക്കെ, ഇനി 9-ാമത്തേത് നോക്കിയേ, രാത്രി ഭക്ഷണം കഴിച്ചാൽ, രാവിലത്തെ കാര്യം നേരത്തെ പറഞ്ഞു, രാത്രി ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കരുത്. രാത്രി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ 100 സ്റ്റെപ്പെങ്കിലും നടക്കണം എന്നാണ്. 100 സ്റ്റെപ്പെങ്കിലും നടക്കണം. ചില ആൾക്കാരുണ്ട് 10 മണിക്ക് 11 മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കുക, കഴിച്ചിട്ട് നേരെ പോയി കിടക്കും. മോനെ ദഹിക്കൂല, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും, മാരക രോഗത്തിന് അത് കാരണമാകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നിനക്ക് തന്നെ ശരീരത്തിനോടൊരു സുഖം തോന്നൂല, ആകെ ഇടങ്ങേറാകുന്നൊരവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒരു 100 അടി സ്റ്റെപ്പെങ്കിലും നടക്കാതിരിക്കരുത്. അത് ഹെൽത്തി ശരീരം ഉണ്ടാക്കി തരും. പിന്നെ രാത്രി ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. രാത്രി ഭക്ഷണം ഒഴിവാക്കരുത്. മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, രാത്രി ഭക്ഷണം പരിപൂർണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വാർദ്ധക്യം വന്നെത്തും. എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോൾ വരേണ്ട സംഗതികളൊക്കെ നേരത്തെ വരും. മുടി നരക്കും, അകാല നര അല്ലേ, പിന്നെ ശരീരം പതിയെ ചുക്കിച്ചുളിയും, അവിടെ ഇവിടെയും പല പാടുകൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം, രാത്രി ഭക്ഷണം കഴിക്കണം. അതിന് ഹെവി ആയിട്ട് കഴിക്കണമെന്നൊന്നുമില്ല, ഇത്തിരി വെള്ളവും കാരക്ക കഴിച്ചാലും മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച്, ഒരു പത്തിരിയുടെ കഷ്ണം എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ, അല്ലെങ്കിൽ സാലഡ്സ് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങരുത്. അത് നിങ്ങൾക്ക് വാർദ്ധക്യം വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ രാത്രി ഭക്ഷണം കഴിച്ചാൽ ഒരു 100 സ്റ്റെപ്പെങ്കിലും നടക്കാതിരിക്കരുത്. ഇനി 10-ാമത്തേത് എന്താണ്, രോഗമില്ലാതെ മരുന്ന് കഴിക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, രോഗം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, മരുന്നൊക്കെ വാരി വലിച്ചങ്ങ് കഴിക്കും. ഒരു മരുന്ന് കണ്ടാൽ കൊതിയോടുകൂടി എടുത്ത് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കഴിക്കുന്ന ആളുകളും കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. രോഗമില്ലാതെ മരുന്ന് കഴിച്ചാൽ അത് മാരക രോഗങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഈ 10 കാര്യങ്ങൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, മരിക്കുന്നത് വരെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരുമെന്നാണ്. അള്ളാഹു സ്വബാഹുൽ ഖൈറിൻ്റെ അഹലുകാരെ മുഴുവൻ നല്ല ഹെൽത്തി ആയ ആളുകളായി മാറ്റി തീർക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്, അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വാഹിലിഹി എന്നുള്ള സ്വലാത്ത് അത് ആരുടെ സ്വലാത്താണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹദിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വലാത്താണ്. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد
റഹമുറാഹിമായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഹായിബാക്കല്ലയല്ല. പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള നിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നീ തൗഫീക്ക് നൽകണയല്ല. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല. അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. മക്കളില്ല ഉസ്താദെ എന്ന സങ്കടം നിരന്തരം പറയുന്നവർ, നിരന്തരം എപ്പോഴും നമ്മുടെ മജ്ലിസുകളിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. യാ റബ്ബന, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തമ്പുരാനെ. എന്തെല്ലാം മുറാദുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ നീ സാക്ഷാത്കരിക്കണേ അല്ല. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ല. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.